أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما اليتيم فلا تقهر السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما اليتيم فلا تقهر. സൂറ സുഹയിലെ 10-ാമത്തെ വചനമാണ്. അതിൻ്റെ അർത്ഥം, അതിനാൽ അനാഥരോട് പരുഷമായി പെരുമാറാതിരിക്കുക. ഇതിൻ്റെ വിവരണത്തിൽ സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു ഇപ്രകാരം പറയുന്നു: അല്ലയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം അങ്ങയോട് എല്ലായ്പ്പോഴും നല്ല നിലയിൽ വർത്തിച്ചിരുന്നു. അതിനാൽ അനാഥരെ സംബന്ധിച്ചുള്ള തുടർന്നുള്ള നമ്മുടെ അധ്യാപനം ലാ തഖ്ഹർ ആവുന്നു, അതായത് അവരോട് പരുഷമായി പെരുമാറാതിരിക്കുക. നാം നിനക്ക് നൽകിയ സ്വഭാവ ഗുണങ്ങളെ എപ്പോഴും വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. സ്വയം അനാഥനായിരുന്നെന്ന കാര്യം എപ്പോഴും മനസ്സിലോർക്കുക. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നാമാണ് നിനക്ക് നൽകിയത്. പറയുന്നു, അല്ലയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂലോകത്ത് അനേകം അനാഥരുണ്ട്. അവർക്ക് വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന തരത്തിൽ നീ അവരോട് പെരുമാറരുത്. എപ്പോഴും അവരുടെ ഉയർച്ചയ്ക്കും വിജയത്തിനുമായി പരിശ്രമിക്കുക. അവരെ ആദരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ശ്രമിക്കുക. ഹദീസിൽ വന്നിരിക്കുന്നു, ഖിയാമത്ത് ദിവസം അള്ളാഹു തൻ്റെ ദാസരോട് പറയും: അല്ലയോ എൻ്റെ ദാസ, ഞാൻ വിശന്നിരിക്കുന്ന അവസ്ഥയിൽ നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല. ഞാൻ ദാഹിച്ച് വലഞ്ഞ അവസരത്തിൽ എനിക്ക് വെള്ളം നൽകിയില്ല. ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്നെ നീ ശ്രദ്ധിച്ചില്ല. ഇത് കേൾക്കുമ്പോൾ ആ ദാസർ അള്ളാഹുവിനോട് ചോദിക്കും: അള്ളാഹുവേ, അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങ് എപ്പോഴാണ് വിശപ്പ് സഹിച്ചത്, ദാഹിച്ച് വലഞ്ഞത്? ഈ ആകാശഭൂമിയിലെ സൃഷ്ടികൾക്ക് വായുവും വെള്ളവും ഭക്ഷണവും നൽകുന്നത് അങ്ങല്ലേ? എല്ലാ കഴിവുകൾക്കും അധിപനായ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്? അപ്പോൾ അള്ളാഹു പറയും: നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. എന്നാൽ ഭൂമുഖത്ത് എൻ്റെ ചില ദാസന്മാർ വിശന്ന് വലയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവർക്ക് ഭക്ഷണം നൽകിയില്ല. വസ്ത്രമില്ലാത്തവർക്ക് നിങ്ങൾ വസ്ത്രം നൽകിയില്ല. അവരുടെ ആവശ്യങ്ങളെ നിങ്ങൾ വിലവെക്കാതെ അവരെ അവഗണിച്ചു. അവരെല്ലാം എൻ്റെ ദാസന്മാരിൽ ഉൾപ്പെട്ടവരായിരുന്നു. അവരുടെ വിശപ്പും ദാഹവും അകറ്റാത്തതും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്തതും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാത്തതിന് സമമാണ്. അതിനാൽ നിങ്ങൾ ഈ നിർബന്ധമായ കടമ നിറവേറ്റിയില്ല. അമ്മൽ യതീമ ഫലാ തഖ്ഹർ എന്ന ആയത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, അല്ലയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അനാഥനായിരുന്ന സമയത്ത് ഞാൻ നിനക്ക് അഭയം നൽകി. നിന്നെ നാം പരിചരിച്ചു. അതിനാൽ ഭൂലോകത്ത് അനേകം അനാഥരുണ്ട്. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടതും നിൻ്റെ കടമയാണ്. അവരെ പരിചരിച്ചുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുക. മുകളിൽ വിവരിച്ച ഹദീസ് നമുക്ക് നൽകുന്ന പാഠം, അനാഥരെയും ദരിദ്രരെയും പരിപാലിക്കുക എന്നത് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ്. ആരാണോ അനാഥരോട് പെരുമാറ്റത്തോടെ വർത്തിക്കുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാവുന്നതാണ്. എന്നാൽ ആരാണോ അവരോട് മോശമായി വർത്തിക്കുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ ഉണ്ടാവുന്നതുമാണ്. ലാ തഖ്ഹർ കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, അനാഥരുടെ അഭിലാഷങ്ങളെയും ശക്തിയെയും കെടുത്തിക്കളയുന്ന നിലയിൽ അവരോട് പെരുമാറാതിരിക്കുക. അനാവശ്യമായ നിലയിൽ അവരോട് നർമ്മത്തോടെ പെരുമാറുന്നതിലൂടെ അവരുടെ കഴിവുകൾ നശിക്കുമെങ്കിൽ അത്തരത്തിലും വർത്തിക്കാതിരിക്കുക. ഖഹറുൻ എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അർത്ഥം. അതുകൊണ്ട് ലാ തഖ്ഹർ എന്നാൽ അവരുടെ ഉന്നതിയും വിജയവും ഇല്ലാതാക്കുന്ന തരത്തിൽ അവരോട് പെരുമാറാതിരിക്കുക. മനുഷ്യന് 2 നിലയിലാണ് വിജയത്തിന് തടസ്സമാകുന്നത്. ഒന്ന് അമിതമായ ലാളന കൊണ്ട്, 2 അമിതമായ കാഠിന്യം അല്ലെങ്കിൽ അതിക്രമം കൊണ്ട്. ചുരുക്കത്തിൽ അവരുടെ നല്ല ശിക്ഷണം, അതായത് അനാഥരുടെ നല്ല ശിക്ഷണം, അതായത് തർബിയത്ത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം അവരോട് പെരുമാറേണ്ടത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ ആലി മുഹമ്മദ്.